നമ്മൾ ഇനി ചായ കുടിക്കാൻ പോവുകയാണ്. മജീദിക്കാൻ്റെ ചായക്കട ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കടയാണ്. ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. എപ്പോൾ നമ്മൾ ആ ചായക്കടയിൽ പോയാലും ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും പോവാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കൂടെ. ഒരു ഹായ് പറ. ഹായ്. അപ്പോൾ നമുക്ക് ചായക്കടയിൽ വെച്ച് കാണാം. ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ. കുട പോലും എടുത്തിട്ടില്ല നമ്മൾ. നമുക്ക് നോക്കാം. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മഴയത്ത് നനഞ്ഞു വരും. എന്താ നമ്മുടെ സ്നേഹയുടെ ബാക്ക്, ഇപ്പൊ ഫ്രണ്ട്, ഇപ്പൊ സൈഡ്. അപ്പോൾ ഞാൻ ആ തേരി ഇറങ്ങുവാണ്. അപ്പോൾ മുകളിൽ കാണുന്ന ആ ഒരു ബിൽഡിങ്ങാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലും ഹോസ്റ്റലൊക്കെ കേട്ടോ. ഒരുപാട് നടക്കാനുണ്ട്. എന്നാലും നടക്കാം. നടക്കുന്നതല്ലേ നല്ലത് അല്ലേ? അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ കണ്ടില്ലേ, വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. അപ്പോൾ നമ്മൾ നടക്കാം. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇന്നും ആ കട ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്കറിയില്ല എന്ത് ചെയ്യുമെന്ന്. ഇന്നും ആ കട ക്ലോസ്ഡ് ആണ്. സൈഡ് വഴി ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടക്കുവാണ്. ചായക്കട എത്തിയിരിക്കുന്നു. പക്ഷെ ചായക്കട അടച്ചിട്ടിരിക്കുവാണ് ഗായ്സ്. നമ്മളെപ്പോഴും വന്നാലും ഇത് ക്ലോസ്ഡ് ആയിരിക്കും. എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ പണി വിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഒരുപാട് പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ചൂടോടെ ഉണ്ടാക്കി തരുന്ന ഒരു ഷോപ്പ് കേട്ടോ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറിയതാണ് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ചിപ്സ്, എല്ലാ പലഹാരങ്ങളും, അതുപോലെ മിച്ചർ എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ശരി, നമ്മൾ ഈ ചായക്കടയിൽ നിന്ന് വാങ്ങി കേട്ടോ. ഉണ്ണിയപ്പം, പിന്നെ മിച്ചർ, പിന്നെ ചക്ക വെച്ചത് വാങ്ങി. നല്ല ചൂടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നാളായിട്ട് 7 വർഷമായിട്ട് ഇപ്പോഴാണ് ഈ ഒരു കട കാണുന്നത്. ശരി, മിച്ചറൊക്കെ ഇതുവരെ കഴിക്കാത്തവർ ഈ ഒരു കടയിൽ ഉറപ്പായിട്ടും ഫ്രീ ആയിട്ട് പ്രമോഷൻ ഉറപ്പായിട്ട് ഈ കടയിൽ കയറണം. മലബാർ ചിപ്സ് കേട്ടോ. ഉള്ളേരി പോകുന്ന വഴിക്കുള്ള മലബാർ ചിപ്സ്. നടന്നോ നമ്മള് ഉണ്ണിയപ്പം അൺബോക്സ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കഴിച്ച് നോക്കട്ടെ എങ്ങനെയാണ്. വളരെ സോഫ്റ്റ് ഉണ്ണിയപ്പാണ് കേട്ടോ. എല്ലാവരും ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണം. ഇതിനൊക്കെ പോകുമ്പോഴൊന്നും നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ് മലബാർ ചിപ്സ്. ഓക്കെ, ബൈ. ഇന്നത്തെ ദിവസം എന്തായാലും ആരെയും കടകണ്ടേന്നറിയില്ല. പോകുന്നിടത്തൊക്കെ ഫെയിലിയർ ആയിരുന്നു. ആദ്യം പോയ ഷോപ്പ് തന്നെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ കിലോമീറ്ററുകൾ നടന്നു അടുത്ത ഫുഡ് തേടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ കട അടിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ MMC ക്യാൻറ്റീനിൽ വന്നു. അവിടെ ചെന്നപ്പോൾ ഇതാ പൊറോട്ട മാത്രമേ ഉള്ളൂ, കറികളൊന്നുമില്ല. അറ്റ് ലാസ്റ്റ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഒരു 7 മണിക്ക് ശേഷം നമ്മുടെ ഹോസ്റ്റലിലോട്ട് അവരെ കയറ്റി വിടത്തില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. സീതാ, നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇനി വീട്ടിൽ പോയി റൂമിൽ പോയി കഴിക്കാം. അയ്യോ, പ്ലെയിൻ എങ്ങോട്ട് പോയല്ലോ. ഇരുട്ടിൻ്റെ വെളിച്ചത്തിലോട്ട് പൊക്കെ വെളിച്ചത്തിലേക്ക് പോകുന്തോറും കൂടി വന്നു. ഫേസ് കാണുന്നില്ല. നീ ഇങ്ങോട്ട് നോക്ക്, കാണുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി കേട്ടോ. എന്നിട്ട് ഞാൻ ടച്ചിന്ന് കുളിച്ചു കേട്ടോ. അപ്പോൾ കുളിച്ചിട്ടിപ്പോൾ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ പൊറോട്ടയും പെപ്പർ ചിക്കനും കേട്ടോ കഴിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.